ഹലോ ഫ്രണ്ട്സ്, സ്നേഹാനേയ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ കട്ടിങ്ങാണ്. വീഡിയോയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ തുണീനെ നമ്മൾ രണ്ടാക്കി വിരിച്ചിടണം. അപ്പം ഇത് നമ്മുടെ ഓപ്പൺ ഭാഗമാണ്, ഇത് നമ്മുടെ ഫോൾഡായിട്ടുള്ള ഭാഗമാണ്. നമ്മളിങ്ങനെ തുണീനെ ഒപ്പം ഇടണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മുകളിൽ നിന്ന് താഴേക്കുള്ള നമ്മുടെ ഇറക്കം 43 ഇഞ്ചിലാണ് ഞാൻ ഇറക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ 43 ഇഞ്ചിൽ ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഇവിടെ അറ്റം വരെ ഇങ്ങോട്ട് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഷോൾഡർ ഞാനൊരു 7.25 ഇഞ്ചിലാണ് നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് കൊടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചിലാണ് നെക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് കഴുത്തിറക്കം 5 ഇഞ്ചിലാണ് ബാക്ക് കഴുത്തിറക്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡറിന് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ കൈക്കുഴി ആഡ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് അളവ് സൈസ് 50 നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 12.5 ഇഞ്ചിലാണ് ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് അളവ് 11.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവ് 11-ന് നമ്മൾ അടയാളം കൊടുത്തു. പിന്നെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ അളവ് 13 ഇഞ്ചിന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്നും നമ്മുടെ അരവണ്ണത്തിൻ്റെ ഷേപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചിലും കറക്റ്റ് അളവും 12-ൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഒരു 22 ഇഞ്ച് സൈസിൽ 22 ഇഞ്ച് അളവിൽ നമ്മളിവിടെ നമ്മുടെ 22 ഇഞ്ച് അളവിൽ നമ്മൾക്ക് ഇവിടുന്ന് സ്ലിറ്റ് തയ്ക്കേണ്ടതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് നമ്മൾ സ്ലിറ്റിനുള്ളത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും നമ്മൾ താഴോട്ട് സ്ലിറ്റിനുള്ളത് അടയാളപ്പെടുത്തി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈക്കുഴി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ തുല്യമായി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നടുഭാഗത്ത് നമുക്ക് 3.25 ഇഞ്ചിൽ ഒരു അടയാളം കൊടുക്കുക. 3.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ കൈക്കുഴി കുഴിച്ച് വരയ്ക്കുന്നത് 1.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കുക. പിന്നെ അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. അതിൽ തന്നെ നമ്മുടെ ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ 43 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 43 ഇഞ്ചിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ അറ്റം വരെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ ഈ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പീസ് മാറ്റി വയ്ക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ബാക്ക് ആം ഹോള് വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ താഴോട്ട് ഇങ്ങനെ അളവ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ കട്ട് ചെയ്ത് ഈ പീസ് മാറ്റും. അപ്പം നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള പീസ് ഈ പീസ് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കണം. നമ്മൾ ഇവിടെ
അരഭാഗത്തിൻ്റെ അവിടെ നമ്മൾ ഷേപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇവിടെ 22 ഇഞ്ചിലാണ് നമ്മൾ അളയപ്പെടുത്തിയത്. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്ലിറ്റ് മടക്കി തയ്ക്കാനായിട്ടുള്ള ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ കൂടുതൽ എടുക്കണം. അങ്ങനെയാണ് നമ്മൾ അടിവരെ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈക്കൂടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിതിനെ വിടർത്തിയിടണം. വിടർത്തിയിട്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തിരിക്കണം. അപ്പോൾ നമ്മളിത് ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തു. അങ്ങനെ ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. നമ്മുടെ ഈ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാക്ക് പീസ് ഒപ്പം ഇടണം. ബാക്ക് പീസ് ഒപ്പം ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നെക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 3.25 നമ്മൾ നെക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കഴുത്തിറക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു 5 ഇഞ്ചിൽ തന്നെ. അപ്പം നമ്മൾ കഴുത്തിൻ്റെ അളവ് ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കഴുത്തിൻ്റെ അളവിലുള്ള ഈ ഷേപ്പിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തു. അപ്പോൾ ഈ പീസ് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം എടുത്ത് വെച്ചു. ഇവിടെ നിന്നും നെക്ക് എടുത്ത് 3.25 അളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നും നമുക്ക് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കെടുത്തിരിക്കുന്നത് ഞാൻ 7 ഇഞ്ചിലാണ്. ഈ 7 ഇഞ്ചിൻ്റെ ഇവിടെ നിന്നും നമുക്ക് ഇങ്ങോട്ട് ഞാനൊരു 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നെക്ക് വരച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റി. അതേമാതിരി തന്നെ നമ്മുടെ കൈക്കൂടിയും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ്ങിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പീസ് എടുക്കണം. നമ്മുടെ കൈ കട്ട് ചെയ്യാനായിട്ട് ഈ പീസാണ് നമ്മുടെ കൈക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പീസ്. അപ്പം നമ്മൾ പീസിനങ്ങനെ വിരിച്ച് ഇങ്ങനെ ഇടാം. ഈ പീസ് ഇങ്ങനെ നീളത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിതിനെ മടക്കിയിടണം. അതിന് ശേഷം നമുക്ക് കൈയുടെ ഇറക്കം കിട്ടിയിരിക്കുന്നത് നമുക്ക് 13.5 ഇഞ്ചിലാണ് നമ്മുടെ കൈയിറക്കം കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൈയുടെ ഹോൾ റൗണ്ട് കിട്ടിയിരിക്കുന്നത് 12.5 ഇഞ്ചിലാണ്. കറക്റ്റ് അളവ് 11 ഇഞ്ചും 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ താഴെ ഭാഗത്ത് നമ്മുടെ കൈയുടെ ലൂസ് ഇട്ടിരിക്കുന്നത് 7.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 5.5 ഇഞ്ചാണ് 5.25 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് അളവ്. അതിൽ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനിട്ടിട്ട് നമ്മൾ 7.5 ഇഞ്ചിലാണ് കൈയുടെ ലൂസും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ കൈയുടെ ഭാഗം നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്, ബാക്ക് ഭാഗമാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം കട്ടിങ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കൈയുടെ പീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ അടുത്തത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.